ഒരു ദിവസം ഒരു സ്ത്രീ പിന്നെ കേടിക്കെട്ടും കെട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. നമ്മുടെ ഈ പുരുഷന്മാരൊക്കെ കെട്ടാറില്ലേ, തലയിലൊരു കെട്ടൊക്കെ കെട്ടി എൻ്റെ അടുത്ത് വന്ന് ഫുൾ ഡോസാ, വെള്ളം അടിച്ചേക്കുകയാണ്. എൻ്റെ അടുത്ത് ഓടി വന്ന് കാൽക്കൽ വീണു. ഞാൻ അവൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേക്ക് മോളെ എന്ന് പറഞ്ഞു. എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, നിന്നെ കണ്ടപ്പോൾ ഞാൻ ഓർമ്മിച്ചത് ബൈബിളിലെ മഗ്ദലന മറിയത്തെയാണ്. മഗ്ദലന മറിയം കർത്താവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ പാപത്തിൻ്റെ കെട്ടുകളെല്ലാം അഴിച്ച് കാലിൽ സുഗന്ധദ്രവ്യം കൊണ്ട് ലേപനം ചെയ്ത ആ മഗ്ദലന മറിയത്തെ പോലെ, അത് കഴിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിച്ച അവളെപ്പോലെ മോളെ നീയുമായി തീരും എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അവളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ഒരു ഉപദേശമൊക്കെ കൊടുത്തു. അവൾ പറഞ്ഞു, അച്ചു ഇനി ഞാൻ കുടിക്കില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നീട് അവളുടെ ജീവിതത്തിൽ മാറ്റം വന്ന് ആ കോളനിയിൽ തന്നെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് പിള്ളേരെ സംഘടിപ്പിക്കാനും വേശ്യാസ്ത്രീകളെയൊക്കെ സംഘടിപ്പിക്കാനും ഒക്കെ അവൾ കൂട്ടുനിന്നു. കർത്താവേ, എനിക്കുണ്ടായ നല്ല അനുഭവത്തെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവളുടെ ചിത്രം ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇങ്ങനെയുള്ള അനേകം മക്കളുണ്ട്. അവരൊക്കെ ശുദ്ധമാനസരാണ്, അവർ ബലഹീനരാണ്, അവർ കഞ്ചാവും കള്ളുമൊക്കെ ആയിട്ടായിരിക്കും ജീവിക്കുന്നത്, അല്ലെങ്കിൽ വേശ്യാസ്ത്രീയായിട്ടായിരിക്കും ജീവിക്കുന്നത്. അവരോടും കരുണ തോന്നുവാനും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള ഭാവനം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.